ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ കോപ്പ ലിബർട്ടഡോറസ് കിരീടം സ്വന്തമാക്കിയത് മറ്റാരുമല്ല, ബ്രസീലിയൻ കരുത്തരായ ഫ്ലമങ്കോയാണ്. മറ്റൊരു ബ്രസീലിയൻ കരുത്തരായ പാൽമിറാസിനെയാണ് കലാശ പോരാട്ടത്തിൽ അവർ പരാജയപ്പെടുത്തിയത്. ഡാനിലോ നേടിയ ഹെഡർ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഫ്ലമങ്കോയുടെ പരിശീലകൻ മറ്റാരുമല്ല, ഫിലിപ്പെ ലൂയിസ് ആണ്. പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതായത് ഫ്ലമങ്കോക്ക് വേണ്ടി പരിശീലകൻ എന്ന നിലയിൽ നേടുന്ന 5ാമത്തെ കിരീടമാണ് ഇത്. മാത്രമല്ല, ഫ്ലമങ്കോ തങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിൽ നേടുന്ന 4ാമത്തെ കോപ്പ ലിബർട്ടഡോറസ് കിരീടമാണ് ഇത്. ഡിസംബർ 2023 ഫിലിപ്പെ ലൂയിസ് ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഉടൻ തന്നെ അദ്ദേഹം പരിശീലക വേഷമണിഞ്ഞു. അതായത് 2024 ജൂൺ മാസത്തിൽ ഫ്ലമങ്കോയുടെ അണ്ടർ 20 ടീമിന്റെ മാനേജർ ആയിക്കൊണ്ട് അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് 2024 ഓഗസ്റ്റ് മാസത്തിൽ അണ്ടർ 20 വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷം 2024 സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഫ്ലമങ്കോയുടെ സീനിയർ മാനേജർ ആയിക്കൊണ്ട് അദ്ദേഹം ചുമതലയേറ്റത്. പിന്നീട് നവംബർ മാസത്തിൽ കോപ്പ ഡോ ബ്രസീൽ അദ്ദേഹം സ്വന്തമാക്കി. ഇപ്പോൾ കോപ്പ ലിബർട്ടഡോറസും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ പരിശീലകന് കീഴിൽ ഫ്ലമങ്കോ ഒരു അത്ഭുത കുതിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ പരിശീലകനായി എത്തിക്കാൻ CBFന് താല്പര്യമുണ്ടായിരുന്നു, ബ്രസീലിന് താല്പര്യമുണ്ടായിരുന്നു. ലൂയിസിനെ അവർ സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിനെ ഏറ്റെടുക്കാൻ താൻ തയ്യാറായിട്ടില്ല എന്നായിരുന്നു ഫിലിപ്പെ ലൂയിസ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഭാവിയിൽ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ഫിലിപ്പെ ലൂയിസ്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയ അത്ഭുതങ്ങളാണ് പരിശീലക കരിയറിൽ അല്ലെങ്കിൽ പരിശീലക രംഗത്ത് ഫിലിപ്പെ ലൂയിസ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. തീർച്ചയായും ഭാവിയിൽ അദ്ദേഹത്തെ നമുക്ക് ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.